പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മാഷിനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ശ്രീകാന്ത് വേദയെ വിളിച്ച് കട്ടായം പറയുന്നുണ്ട്, എടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അയാളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി. ഒരു നിമിഷം പോലും നീ ഇനി ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിക്കൊള്ളണം. ഇത് കേട്ട് സങ്കടം സഹിക്കാനാവാതെ വേദ പറയുന്നുണ്ട്, ശ്രീയേട്ടാ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തോളാം. വിക്രത്തിനെയും ആ വീടിനെയും ഉപേക്ഷിച്ച് ഞാൻ അങ്ങോട്ടേക്ക് തിരികെ വരാം. പക്ഷേ എനിക്ക് അല്പസമയം കൂടി വേണം. വിക്രം ആ മലക്ക് പോകുന്നത് വരെയെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് ചോദിക്കാണ് വേദ. ഇതെൻ്റെ ഒരു അപേക്ഷയായി കണ്ടാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരികെ വരില്ല. എന്നാൽ വേദയുടെ വാക്ക് കേട്ടതോട് കൂടി ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെയായിരുന്നില്ലല്ലോ നമ്മൾ തമ്മിലുള്ള ഡീല്. അവൻ്റെ അച്ഛൻ വീട്ടിലെത്തുന്ന ആ സെക്കൻഡിൽ തന്നെ നീ തിരികെ വരണമെന്നല്ലേ പറഞ്ഞത്? പറ്റില്ല വേദ, നീ ഇപ്പം തന്നെ അവനോടും വീട്ടുകാരോടും പറയണം, ഇനി മേലാൽ നീ ഇങ്ങോട്ടേക്ക് വരില്ലെന്നും നിനക്കും അവനും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല എന്നും. അന്നേരം വേദ തിരിച്ചു പറയാണ്, എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാതിരിക്കാം. പക്ഷേ അച്ഛനെ തിരികെ കിട്ടിയ സ്ഥിതിക്ക് വേണമെങ്കിൽ എല്ലാ സത്യങ്ങളും എനിക്ക് വിക്രത്തിനോട് തുറന്നും പറയാം. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എൻ്റെ ജീവൻ വിക്രത്തിൻ്റെ കയ്യിലായിരിക്കും. അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. നിങ്ങളാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്നറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അച്ഛനെ തട്ടിക്കൊണ്ടുപോയി ഇത്രമാത്രം ക്രൂരതയെല്ലാം കാണിച്ചത് നിങ്ങളാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിക്രം അങ്ങ് പൊട്ടിത്തെറിക്കും. വെറുതെ തെറ്റായ രീതിയിൽ വിക്രം വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയാത്തത്. ഈ വീട്ടിലെ സമാധാനം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്ന് മാത്രം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ശരിക്കും അങ്ങ് പേടിയായി. അവൻ പിന്നെ മറുപടി ഒന്നും പറയുന്നില്ല. അന്നേരം വേദ വീണ്ടും പറയാണ്, ശ്രീയേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തിരികെ വരാം. പക്ഷേ എനിക്ക് കുറച്ച് ദിവസത്തെ സമയം കൂടി തരണം. വിക്രം ശബരിമലക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അങ്ങോട്ടേക്ക് തിരികെ വന്നോളാം. എല്ലാം ഉപേക്ഷിച്ച്, വിക്രത്തിനെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഈ കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ തിരികെ വന്നോളാം. അങ്ങനെ വേദയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ ശരി, ഇനി അതിൽ മാറ്റമുണ്ടാവാൻ പാടില്ല എന്ന് താക്കീതോടെ പറയാണ് ശ്രീകാന്ത്. വിക്രം പോയി മടങ്ങി വരുന്ന ആ നിമിഷം നീ ആ വീടിൻ്റെ പടി ഇറങ്ങിയിരിക്കണം എന്ന് ശ്രീകാന്ത് കടുപ്പിച്ചു പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് വേദ സങ്കടത്തോടു കൂടി തന്നെ ഫോണ് കട്ടിയാണ്. അവിടെ കമലമ്മയാണെങ്കിൽ മാഷിൻ്റെ അരികിലിരുന്ന് കണ്ണ് നിറയാണ്. സങ്കടം സഹിക്കാനാവാതെ കമലമ്മ മാഷിനെ എങ്ങനെ നോക്കുകയാണ്. മാഷിനെ പിരിഞ്ഞിരുന്നതിൻ്റെ സങ്കടം പറയായിരിക്കും കമല. അന്നേരം മാഷ് ചോദിക്കുന്നുണ്ട്, വേദയെ കണ്ടില്ലല്ലോ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അവൾ എങ്ങോട്ടേക്കൊന്ന് വിളിക്കുകയെന്ന് പറയും. കമലമ്മ വിതുമ്പുന്നതനുസരിച്ച് കൊണ്ട് തന്നെ വേദ മാഷിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അവളുടെ മുഖം കണ്ട് മാഷ് ചോദിച്ചു, മോളെ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? വേദ അന്നേരം പതറിപ്പോയി. ഇല്ല അച്ഛാ, അച്ഛൻ തിരികെ വന്നല്ലോ, അതിൽ പരം സന്തോഷം എനിക്കിനി വേറെ എന്തുണ്ട്? അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്രമാത്രം ആഗ്രഹിച്ചു എന്നറിയാമോ? അച്ഛൻ പോയതിൽ പിന്നെ ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ട് പോലുമില്ല. ആരും ചിരിച്ചിട്ടില്ല. ഇപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ജീവൻ വെച്ചത്. എന്തിനാ അച്ഛാ എല്ലാവരെയും മറന്നിട്ട്, അമ്മയുടെ മുഖം പോലും മറന്നിട്ട് അവിടെ നിന്നും അച്ഛൻ പോയത് എന്നൊക്കെ ചോദിക്കാണ് വേദ. അന്നേരം സുധാകര മാഷ് വേദയോട് പറയുന്നുണ്ട്, വിക്രം എന്നോട് പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. എന്നെ ചതിച്ചത് ആരാണ് എന്ന സത്യം അന്ന് അങ്ങനെ ചെയ്ത ആളുടെ വായിൽ നിന്ന് തന്നെ എനിക്കതെല്ലാം തന്നെ കേൾക്കേണ്ടി വന്നു. അതറിഞ്ഞപ്പോൾ പിന്നെ ഒരു നിമിഷം പോലും എനിക്കവിടെ നിൽക്കാനൊന്നും തോന്നിയില്ല. വിനായകൻ എല്ലാ സത്യങ്ങളും വിക്രം അറിയാതെ പറഞ്ഞതുകൊണ്ടാണ് അച്ഛൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് വേദക്കപ്പോൾ മനസ്സിലായി. വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നും മാറിപ്പോയി. അവൾ തന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ വിക്രമിന് തോന്നുന്നുണ്ടായിരുന്നു. അവന് നല്ല വിഷമം വരുന്നുണ്ട്. മാഷി വിക്രത്തെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ തലോടിക്കൊണ്ട് പറഞ്ഞു, അച്ഛനൊന്നുമില്ലടാ, നീ വിഷമിക്കൊന്നും വേണ്ട. പക്ഷേ നീ മലക്ക് പോയി തിരികെ വരുമ്പോൾ നീ പുതിയൊരു വിക്രമായിരിക്കണം. വേറെ എല്ലാ അർത്ഥത്തിലും നീ നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കണം. നിങ്ങൾ തമ്മിൽ പുതിയൊരു ജീവിതം തുടങ്ങണം. അതാണ് ഈ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയും. അന്നേരം വിക്രം സങ്കടത്തോടു കൂടി തന്നെ സുധാകര മാഷിനെ ഒന്ന് നോക്കി. അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തോളാം. അച്ഛൻ ഒരിക്കലും വിഷമിക്കരുത് എന്ന് ചിരിച്ചുകൊണ്ട് പറയാണ് വിക്രം. കമലയും മാഷും സന്തോഷത്തോടു കൂടി തന്നെ ചിരിച്ചു. പുറത്ത് നന്ദിനിയും വിനായകനും ചങ്കടിപ്പോടു കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മാഷ് സത്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയുമോ എന്നതായിരുന്നു അവരുടെ പേടി. നിങ്ങളുടെ അച്ഛൻ എന്തിനാ ഇപ്പം തിരിച്ചു വന്നത്? അയാൾ നമ്മളെ എവിടെ നിന്നും അടിച്ചു പുറത്താക്കും, അതുറപ്പാ. അല്ലെങ്കിൽ പിന്നെ എല്ലാം മറന്ന് നമ്മളോട് ക്ഷമിക്കും. എന്തായാലും ഈ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. പുറത്തേക്ക് ചെല്ല്, അച്ഛൻ്റെ അരികിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ നോക്കുക എന്നൊക്കെ നന്ദിനി വിനായകനെ നിർബന്ധിച്ചുകൊണ്ട് പറയാണ്. അന്നേരം വിനായകൻ പറയുന്നുണ്ട്, എടി എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല, അച്ഛനെ ഫേസ് ചെയ്യാനൊന്നും എനിക്ക് വയ്യ എന്ന് വിനായകൻ പറഞ്ഞുവെങ്കിലും നന്ദിനി അവനെ ഉന്തിത്തള്ളി മാഷിൻ്റെ മുന്നിലേക്ക് അങ്ങ് വിട്ടു. വിനായകനെ കണ്ടതോടുകൂടി തന്നെ മാഷ് ദേഷ്യത്തോട് അവനെ നോക്കി. എന്നിട്ട് കമലത്തോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് ഉറങ്ങണമെന്ന്.
എന്നെ ആരും ഇനി ശല്യം ചെയ്യരുത്. വിനായകൻ ഉടനെ തന്നെ മുറിയിൽ നിന്നും പോയി. വേദ മുറിയിൽ പോവാതെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ശ്രീകാന്ത് അച്ഛനെ തട്ടിക്കൊണ്ടുപോയി എന്ന സത്യം വിക്രം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏട്ടനെ എന്തെങ്കിലും ചെയ്യുമെന്ന പേടി വേദയുടെ മനസ്സിലുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആദിയോടെ ഇരിക്കുകയായിരിക്കും വേദ. അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രമിനെ കണ്ടതോടുകൂടി തന്നെ വേദ തിരിഞ്ഞിരുന്നു. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ, എന്താ, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? ഇതെൻ്റെ വീടാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും പോവാനും അവകാശമുണ്ട് എന്ന് പറയാണ് വിക്രം. എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ കിടന്നോ, ഞാൻ അപ്പുറത്ത് പോയി കിടന്നോളാമെന്നും പറഞ്ഞ് വേദ ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ, നീ ആരെയോ പേടിക്കുന്നുണ്ട് വേദ. നീ എന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. നീ അതൊന്നും എന്നോട് പറയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും നിന്റെ ഈ മാറ്റത്തിൻ്റെ പിന്നിലെ രഹസ്യം ഞാൻ എന്തായാലും അറിഞ്ഞിരിക്കുമെന്ന് വിക്രം പറഞ്ഞു. നിങ്ങളുടെ ഓരോ തോന്നലിനും മറുപടി പറയാൻ എനിക്കൊന്നും സൗകര്യമില്ല. എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പോയിട്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ വേദ തർക്കുത്തരം പറഞ്ഞുകൊണ്ടതിന് അവിടെ അപ്പുറത്തെ ടേബിളിൽ പോയിരുന്നു. അന്നേരം വിക്രം സങ്കടത്തോടു കൂടി തന്നെ മുറിയിലേക്ക് പോയി. വേദ അവിടെ ഇരുന്ന് വിതുമ്പി കരഞ്ഞു. പിറ്റേന്ന് രാവിലെ വേദ ഓഫീസിലേക്ക് പോകുമ്പോൾ ദീപ്തിയും വരുണും അവളെ കാണാൻ വന്നിരുന്നു. എന്തിനാ നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്ന് വേദ ചോദിച്ചു. ചേച്ചി സത്യം പറയണം. ശ്രീയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ തിരികെ വരാനാണോ, വീട്ടിലേക്ക് തിരികെ വരാനാണോ ചേച്ചിയുടെ തീരുമാനം? ഇനിയെങ്കിലും ചേച്ചി പറയണം, എന്താ പ്രശ്നമുണ്ടായത് എന്ന് ചോദിക്കാണ് ദീപ്തി. വിക്രമിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ല. ശ്രീകാന്തും ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടും അത് വിക്രം കേൾക്കുന്നില്ല. പിന്നെ അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരികെ വരാമെന്ന് കരുതിയത് എന്ന് വേദ കള്ളം പറയാണ്. പക്ഷേ ദീപ്തിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനൊന്നും കഴിഞ്ഞില്ല. വിക്രം ചേട്ടൻ്റെ അച്ഛനെ കാണാതായതിനു ശേഷമാണ് ചേച്ചിക്ക് ഇങ്ങനൊരു മാറ്റം വന്നത്. അത് ഉറപ്പാണ് എന്ന് ദീപ്തി പറഞ്ഞപ്പോൾ വേദ ദേഷ്യത്തോടെ അവരെ അങ്ങ് മടക്കി അയച്ചു. ദീപ്തിയും വരുണും സംശയത്തോടു കൂടെ തന്നെ, ചേച്ചിയുടെ മനസ്സിൽ നമ്മളറിയാതെ എന്തോ രഹസ്യമുണ്ട്. വിക്രമേട്ടൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതുമായി ചേച്ചിക്ക് എന്തോ ബന്ധമുണ്ട്. വരുൺ തൻ്റെ അച്ഛനെയാണ് എല്ലാവരും സംശയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഇതിന് പിന്നിൽ ശ്രീയേട്ടനായിരിക്കുമോ എന്ന് ദീപ്തി ചിന്തിച്ചു. അവർ വിക്രത്തിനെ നേരിട്ട് കണ്ട് സംസാരിച്ചു. വേദയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്നും തന്നെ കാണുന്നത് പോലും അവൾക്ക് ദേഷ്യമാണെന്നും വിക്രം വിഷമത്തോടെ പറയുന്നുണ്ട്. ശ്രീയേട്ടനും വേദ ചേച്ചിയും തമ്മിൽ നമ്മൾ അറിയാത്ത എന്തോ കാര്യമുണ്ടെന്നും അതിൽ നിന്നാണ് ചേച്ചി തിരികെ വരാൻ തീരുമാനിച്ചത് എന്നും പറയാണ് ദീപ്തി. അച്ഛനെ കാണാതായതിൻ്റെ പിന്നിൽ ശ്രീകാന്താണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഒഴിഞ്ഞുമാറിയെന്ന് വിക്രം പറഞ്ഞു. ശ്രീകാന്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവനെ തീർക്കുമെന്ന് വിക്രം പറഞ്ഞപ്പോൾ ദീപ്തി ശരിക്കും അങ്ങ് പേടിച്ചു പോയി. ശ്രീയേട്ടനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വിക്രം ചേട്ടന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് വേദ ചേച്ചിക്കറിയാം. അതുകൊണ്ടായിരിക്കാം സത്യം പറയാതിരിക്കുന്നത് എന്ന് ദീപ്തി ഉറപ്പിച്ചു. ഉടനെ തന്നെ ദീപ്തി വേദയെ വിളിച്ചു. വിക്രം ചേട്ടൻ്റെ അച്ഛനെ കാണാതായതിന് പിന്നിൽ ശ്രീയേട്ടനാണല്ലേ? അതറിഞ്ഞിട്ടല്ലേ ചേച്ചി തിരികെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ വേദ ആകെ ഷോക്കാവാണ്. അതേ മോളെ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. ഓഫീസിൽ പോയ എന്നെ അയാളുടെ ആൾക്കാരെല്ലാം പിടിച്ചോണ്ടു പോയി. അച്ഛനെ വിട്ടുതരണമെങ്കിൽ വിക്രത്തിനെ ഉപേക്ഷിക്കണമെന്നാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സമ്മതിച്ചത്. ഇത്രയും കേട്ടപ്പോൾ തന്നെ ദീപ്തി ആകെ ഞെട്ടിപ്പോയി. ഞാനും വിക്രമും തമ്മിൽ ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ശ്രീയേട്ടൻ എന്നെക്കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിയിപ്പിച്ചു. ഇനി എനിക്ക് അവിടെ നിൽക്കാനൊന്നും അവകാശമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ മാഷ് വേദയുടെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സുധാകര മാഷ് മോളെ എന്ന് വിളിച്ചപ്പോഴേക്കും വേദ ആകെ ഞെട്ടിപ്പോയി. കാരണം വേദ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മാഷ് കേട്ടിരിക്കുന്നു. മാഷ് ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി വിക്രത്തിനെ ഉപേക്ഷിക്കാനൊക്കെ നീ സമ്മതിച്ചു അല്ലേ എന്ന് ചോദിക്കും. അന്നേരം വേദയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകയാണ്. വേദ പറയുന്നുണ്ട്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അച്ഛാ. അച്ഛനെ രക്ഷിക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇതൊരിക്കലും വിക്രം അറിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മാഷിൻ്റെ മുന്നിൽ അങ്ങ് പൊട്ടിക്കരയാണ് വേദ. നിന്നെ എൻ്റെ മകന് കിട്ടിയത് പുണ്യമാണെന്ന് പറഞ്ഞ് മാഷ് അവളെ കെട്ടിപ്പിടിച്ചു. നീ എന്നും ഈ വീട്ടിലുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ സത്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വിക്രം എന്തായാലും ശ്രീയേട്ടനെ കൊല്ലും. അതുകൊണ്ട് ആരോടും ഈ ഒരു സത്യം പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ മാഷിൻ്റെ കയ്യിൽ നിന്നും സത്യം വാങ്ങി. പിന്നെ വിക്രം മലക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുമെന്നും അവൾ പറഞ്ഞു. അടുത്ത ദിവസം വിക്രം മലക്ക് പോവാനൊരുങ്ങി. വേദ അവൻ്റെ കാലിൽ വീണ് തൊഴുതു. അവൾ കാണിക്കുന്ന അകൽച്ച സഹിക്കാനാവാതെ തന്നെ വിക്രം വേദനിക്കുന്നുണ്ട്. ഈ അഗ്നിപരീക്ഷയിൽ നിന്നും രക്ഷിക്കണമേ എന്ന് വേദ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിക്രം അങ്ങനെ യാത്രയായി. ദീപ്തിക്കാണെങ്കിൽ ഈ വിവരമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ശ്രീകാന്തിനോട് വല്ലാത്ത വെറുപ്പ് തോന്നി. അയാളുടെ കള്ളക്കളി പുറത്തു കൊണ്ടുവരണമെന്ന് ദീപ്തി ഉറപ്പിച്ചു. ശ്രീകാന്തിൻ്റെ മുറിയിൽ കയറിയ ദീപ്തി അവിടെയുള്ള ലാപ്ടോപ്പിൽ നിന്നും മാഷിനെ തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തി. ഉടനെ തന്നെ അവൾ അത് തൻ്റെ ഫോണിലേക്ക് മാറ്റി.
ഇനി കളി കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് അവൾ ദേഷ്യത്തോടു കൂടെ തന്നെ പറഞ്ഞു. ദീപ്തി നേരെ ഈ സത്യങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് തന്നെ നേരെ ശ്രീകാന്തിന്റെ ഓഫീസിലേക്ക് ചെന്നു. രഹസ്യമായി പറയേണ്ട കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ വെല്ലുവിളിക്കുന്നുണ്ട്. നീ എന്താടി പറഞ്ഞത് എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ നിങ്ങളൊരു ദുഷ്ടനാണെന്നും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആരെയും കൊല്ലാൻ മടിക്കാത്തവനാണെന്നും അവൾ തുറന്നടിച്ചു പറഞ്ഞു. ദീപ്തിയുടെ കയ്യിലെ തെളിവ് കണ്ട് ശ്രീകാന്ത് ആകെ വിറച്ചുപോയി. ഫോൺ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കാണിക്കും. ദേ ഈ വീഡിയോ ഞാൻ എങ്ങാനും അച്ഛന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു എന്ന് ദീപ്തി പറഞ്ഞപ്പോൾ മോളെ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, പ്ലീസ് അത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ അവൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ദീപ്തിയുടെ ഭീഷണിയിൽ ശ്രീകാന്ത് ആണെങ്കിൽ ആകെ പേടിച്ചു വിറച്ചിരുന്നു. വിക്രം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊല്ലുമെന്നും അവന് ഉറപ്പായിരുന്നു. എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. വേദ ചേച്ചിയെ ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിച്ച ആ ഡിവോഴ്സ് നോട്ടീസ് എല്ലാം തന്നെ ഇപ്പം തന്നെ നിങ്ങൾ കീറിക്കളയണം. എന്നിട്ട് ചേച്ചിയോട് പോയി മാപ്പ് ചോദിക്കണം. ഇത്രമാത്രം ക്രൂരമായി എൻ്റെ ചേച്ചിയോട് പെരുമാറിയിട്ട് ചേച്ചിയുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ചേച്ചിയോട് മാപ്പ് ചോദിക്കണമെന്ന് ദീപ്തി ആജ്ഞാപിച്ചു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ശ്രീകാന്ത് ദീപ്തിക്ക് മുന്നിൽ വെച്ച് ആ നോട്ടീസ് അങ്ങ് കീറിക്കളയാണ്. അവൻ വേദയെ വിളിച്ചുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞു. ഇനി നീ തിരികെ വരേണ്ട വേദ, ഡിവോഴ്സ് നോട്ടീസെല്ലാം ഞാൻ കീറിക്കളഞ്ഞു എന്ന് പറയും. വേദക്ക് അതൊട്ടും തന്നെ വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ദീപ്തി ഫോൺ വാങ്ങി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ചേച്ചി ഇനി പേടിക്കൊന്നും വേണ്ട എന്ന് അവൾ ആശ്വസിപ്പിച്ചു പറഞ്ഞു. വേദയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. വിക്രം മലക്ക് പോയി തിരികെ വന്നപ്പോൾ വേദ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയാണ് അവനെ സ്വീകരിച്ചത്. വേദയുടെ പുഞ്ചിരിയും അവൾക്ക് വിക്രത്തിനോടുള്ള ആ ഒരു സ്നേഹമെല്ലാം കാണുന്ന സമയത്തിന് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു, ഒരിക്കലും ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വേദ വിക്രമിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്തിന് വിക്രത്തിന് അതൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത അത്രമാത്രം സന്തോഷമായിരിക്കും. വിക്രത്തിന്റെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് വേദ ആ വാക്കുകളെല്ലാം പറഞ്ഞത്. ശ്രീകാന്തിന്റെ ഓഫീസിൽ നിന്നും വിജയെ പോലെ ഇറങ്ങി വന്ന ദീപ്തി നേരെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ശങ്കരനാരായണൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദീപ്തി ചെന്നിട്ട് ആ ഫോണിലെ ദൃശ്യങ്ങളെല്ലാം വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ ശങ്കരനാരായണനെ കാണിച്ചു കൊടുത്തു. അത് കണ്ടതോടുകൂടി തന്നെ അയാളുടെ കണ്ണുകളിൽ ദേഷ്യം കൊണ്ട് ചുവന്നു. സ്വന്തം മകൻ ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നാൽ കുടുംബത്തിൻ്റെ അന്തസ്സോർത്ത് കൊണ്ട് തന്നെ ആ സത്യം തൽക്കാലം വിക്രത്തിൽ നിന്നും അതുപോലെ വീട്ടുകാരിൽ നിന്നും മറച്ചു വെക്കാൻ തന്നെ ജസ്റ്റിസ് ശങ്കരനാരായണൻ തീരുമാനിച്ചു. പക്ഷേ ശ്രീകാന്തിനെ വെറുതെ വിടാനൊന്നും അയാൾ തയ്യാറായിരുന്നില്ല. അദ്ദേഹം നേരിട്ട് ശ്രീകാന്തിനെ വിളിച്ച് ഒരു താക്കീത് നൽകി. ഇനി മേലാൽ നീ വിക്രത്തിൻ്റെയോ വേദയുടെയോ ജീവിതത്തിൽ ഒരു നിഴൽ പോലും വീഴ്ത്തരുത്. നീ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമായി നീ ഈ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ വേദയുടെ പേരിലേക്ക് മാറ്റണം. അതായത് വിക്രമിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കണം. തൻ്റെ ചതി പുറത്തായതിൻ്റെ നാണക്കേടും പേടിയും കാരണം ശ്രീകാന്തിന് അതെല്ലാം തന്നെ സമ്മതിക്കേണ്ടി വന്നു. അവൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ വിക്രമിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെല്ലാവരും ഒത്തുചേർന്ന ഒരു വൈകുന്നേരം വിക്രം വേദയുടെ കൈകളങ്ങ് ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രഖ്യാപനം നടത്തി. അച്ഛാ, അമ്മേ, വേദ എനിക്ക് വേണ്ടി സഹിച്ച വേദനകൾക്കെല്ലാം പകരമായി എനിക്ക് അവൾക്കൊരു സമ്മാനം നൽകണം. നമുക്കൊരിക്കൽ കൂടി ഈ ഒരു കല്യാണം ആഘോഷമായി നടത്തണമെന്ന് പറയണേ. കാരണം വിക്രമിൻ്റെയും വേദയുടെയും കല്യാണം കഴിഞ്ഞുവെങ്കിലും ഇന്നേ വരെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മലക്ക് പോയി വന്നതിന് ശേഷം വിക്രം ഒരു പുതിയ ആളായി മാറിയിട്ടുണ്ടാവും. ഇനി മുതൽ വേദയെ സ്നേഹിക്കാനും വേദയെ ഇനി എല്ലാ സ്ഥാനം കൊണ്ടും ഭാര്യയായി കാണാനൊക്കെ വിക്രം തീരുമാനിച്ചു. വീണ്ടും അവരുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. മനസ്സുകൊണ്ട് ഒന്നായിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ എനിക്ക് അവളെ വീണ്ടും താലി ചാർത്തണമെന്ന് പറയാണ് വിക്രം. വിക്രമിൻ്റെ ഈ ഒരു തീരുമാനം കേട്ട് വേദയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. പഴയ പിണക്കങ്ങളും സംശയങ്ങളും എല്ലാം ആ കണ്ണുനീരിലങ്ങ് കഴുകിപ്പോയി. വിനായകനും നന്ദിനിക്കും തങ്ങളുടെ തെറ്റുകൾ തിരുത്തി മാഷിനോടും കമലത്തിനോടും മാപ്പ് ചോദിച്ചു. അവർ പുതിയൊരു ജീവിതം തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇതേ സമയത്തിന് ദീപ്തിയും വരുണും തമ്മിലുള്ള വിവാഹത്തിന് ജസ്റ്റിസ് ശങ്കരനാരായണൻ പച്ചക്കൊടി കാണിച്ചതോടുകൂടി തന്നെ ആ വീട്ടിലും സന്തോഷത്തിൻ്റെ അലയൊളികൾ ഉണർന്നു. ശ്രീകാന്ത് തൻ്റെ തോൽവി സംബന്ധിച്ച് വിദേശത്തേക്ക് താമസം മാറാൻ തീരുമാനിച്ചു. പവിത്രം എന്ന ആ വീട് അതിൻ്റെ പേര് അനർത്ഥമാക്കുന്നത് പോലെ തന്നെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളനിലയമായി മാറി. വിക്രമും വേദയും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ആകാശത്ത് മംഗളകരമായ ഒരു നക്ഷത്രം ഉദിച്ചു നിന്നു. എല്ലാ ചതിക്കുഴികളെയും സ്നേഹം കൊണ്ട് മറികടക്കാമെന്ന് ആ ദമ്പതികൾ ലോകത്തോട് കാണിച്ചു കൊടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.